എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ ഡാറ്റ ഫ്രെയിമിൻ്റെ ചാപ്റ്ററിൽ പാർട്ട് 10 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുക മോഡിഫൈ ചെയ്യുന്നത് ലോക്ക് ഫംഗ്ഷൻ എല്ലാം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മൾ റോസും കോളംസും നമുക്ക് ഡിലീറ്റ് ചെയ്യുക. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. del ആൻഡ് ഡ്രോപ്പ് ഫംഗ്ഷൻ. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ഫ്രെയിം ആണിത്. നമ്മൾ ഈ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ എല്ലാം നിങ്ങൾ പഠിച്ചിട്ട് വേണം ഡിലീറ്റ് ഡാറ്റ ഫ്രെയിം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റോസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് df1 = df.drop ഓഫ് ഫെബ്. ഡ്രോപ്പ് ഓഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പാരന്തസിസ് യൂസ് ചെയ്യുന്നത്. ഡെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കോളം ഡിലീറ്റ് ചെയ്യാൻ ഡെല്ല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് df1 = df.drop ഓഫ് ഫെബ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫെബ് എന്ന് പറഞ്ഞ റോസ് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഓഫ് മാർച്ച് ആണെങ്കിൽ മാർച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഈ റോസ് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി മൾട്ടിപ്പിൾ റോസ് നമുക്ക് മൾട്ടിപ്പിൾ ഇൻഡെക്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് df.drop ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, അതായത് ഇത് അരേസ് പോലെയാണ്, കാരണം 2 കോളംസ് ഉണ്ട്. അപ്പം അരേ വരുമ്പോൾ അത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുക. മാർച്ച്, ഏപ്രിൽ. അപ്പോൾ ജാൻ, ഫെബ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരത്തുള്ളൂ. ഇനി കോളംസ് ഡിലീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ df.drop ഓഫ് കീബോർഡ്, അത് നമ്മൾ കോളംസ് ആണ്, ആക്സസ് = 1. ആക്സസ് = 1 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആക്സസ് = 0യും കോളംസ് എന്ന് പറഞ്ഞാൽ ആക്സസ് = 1ഉമാണ്. ഇൻഡെക്സ് മീൻസ് റോസ് ആക്സസ് = 0യും കോളംസ് ആക്സസ് = 1ഉമാണ്. അല്ല എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ df ഓഫ് മൗസ് യൂസ് ചെയ്താലും മതി. ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡാറ്റ ഫ്രെയിം ഒന്ന് കോപ്പി ചെയ്യാം. നമുക്കിവിടെ ഇതാണ് നമ്മുടെ ഡാറ്റ ഫ്രെയിം. ഈ ഡാറ്റ ഫ്രെയിമിൽ നമുക്ക് ഇപ്പം മാർച്ച് എന്നുള്ള റോസ് നമ്മൾ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ df1 = df.drop ഓഫ് മാർച്ച്. df1 റൺ ചെയ്യുമ്പോൾ നമുക്ക് മാർച്ച് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഒന്നിൽ കൂടുതൽ റോസ് വേണമെങ്കിൽ ഇപ്പം മാർച്ചും നമുക്ക് ഫെബും വേണമെങ്കിൽ ഫെബ്, ഇത് ഒന്നിൽ കൂടുതൽ റോസ് ഉള്ളത് കൊണ്ട് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാം. നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യണം. റൺ ചെയ്യാം. അപ്പം നമുക്ക് ഫെബും പോയി മാർച്ചും പോയി. പിന്നെ ജാനും ഏപ്രിലും മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇതാണ് റോസ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി കോളംസ് ആണെങ്കിൽ നമുക്കിപ്പോൾ കീബോർഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ കീബോർഡ് നമുക്ക് ഏത് ആക്സസ് ആണെന്ന് കൊടുക്കണം. ആക്സസ് = 1. റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് കീബോർഡ് ഇവിടെ ഉണ്ടായിരിക്കില്ല. ഇനി ഇത് ഡ്രോപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡെല്ലാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ df ഓഫ്, ഇപ്പം മൗസ് ആണെങ്കിൽ മൗസ്. അപ്പം ഇവിടെ നമുക്ക് df1 വേണ്ട, df മതി. അപ്പം df ഓഫ് മൗസ്. ഇതാണ് സിമ്പിള് കോളംസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മൗസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതാണ് നമുക്ക് റോസും കോളംസും നമ്മൾ ഡിലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ആണ് റീനെയിം ചെയ്യുക. റീനെയിം ചെയ്യുമ്പോഴും അതായത് നമുക്ക് 2 മെത്തേഡിൽ റീനെയിം ചെയ്യാം. ഒന്ന് കോളംസ് റീനെയിം ചെയ്യാം, അടുത്ത ഇൻഡെക്സ് റീനെയിം ചെയ്യാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ കോളംസ് ആണ് റീനെയിം ചെയ്യുന്നത്. നമ്മൾ റീനെയിം ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മൗസും കീബോർഡ് സ്കാനറാണ്. അപ്പോൾ ഇത് ഓൾഡ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് df.rename ഓഫ് കോളംസ് ആണെങ്കിൽ കോളംസ് നമ്മൾ കൊടുത്തിരിക്കണം അവിടെ = കേളി ബ്രേസിൽ മൗസ് ഓൾഡ് നെയിം : ന്യൂ നെയിം. അതുപോലെ തന്നെ ഓൾഡ് നെയിം : ന്യൂ നെയിം. ഓൾഡ് നെയിം : ന്യൂ നെയിം. സ്കാനർ SC നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് ഒരു ന്യൂ കോളംസ് നമുക്ക് സെറ്റ് ചെയ്ത് വരും. അതുപോലെ തന്നെയാണ് ഇൻഡെക്സ് വെച്ചിട്ടാണെങ്കിലും നമ്മൾ df.rename ഓഫ് ഇൻഡെക്സ് = ജാൻ, ഫെബ്, മാർച്ച് ആണ് നമ്മുടെ, ഏപ്രിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത് ഓൾഡ്, ഇത് ന്യൂ, 1000, 2000, 3000 ആയിട്ട് ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് ഇൻഡെക്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഹെഡ് ഓഫ് ഫംഗ്ഷൻ. ഹെഡ് ഓഫ് ഫംഗ്ഷനും ടെയിൽ ഓഫ് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. ഹെഡ് ഓഫ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു റിട്രീവ് ടോപ്പ് റോസ് ഫ്രം ഡാറ്റ ഫ്രെയിം. അപ്പോൾ നമുക്ക് ഡാറ്റ ഫ്രെയിമിൽ നമുക്ക് ഡാറ്റാസിനൊക്കെ ടോപ്പിൽ നിന്ന് 5 റോസ് ഡിസ്പ്ലേ ചെയ്യുക. അതാണ് ഹെഡ് ഓഫ് ഫംഗ്ഷൻ. അതായത് നമുക്ക് ബ്രാക്കറ്റിൽ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഡിഫോൾട്ട് കേസ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ് 5 റെക്കോർഡ്സ് അല്ലെങ്കിൽ 5 റോസ് എന്ന് പറയും. അതാണ് ബൈ ഡിഫോൾട്ട് ഹെഡ് ഓഫ് ഫംഗ്ഷൻ റിട്ടേൺസ് ടോപ്പ് 5 റെക്കോർഡ്സ് ഫ്രം ഡാറ്റ ഫ്രെയിം. അപ്പോൾ ഹെഡ് ഓഫ് ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ടോപ്പിൽ നിന്ന് എത്രയാണ്, അപ്പോൾ ഇത് 1 2 3 4 5 6 ഉണ്ട്. അപ്പോൾ 5 നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഹെഡ് ഓഫ് 4 ആണെങ്കിൽ 1 2 3 4 ഏപ്രിൽ വരുമ്പോൾ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഹെഡ് ഓഫ് n = 4 എന്ന് കൊടുക്കുക. n = 4 അല്ലെങ്കിൽ n = 3, n = 2 എന്നും നമുക്ക് കൊടുക്കാം. ടെയിൽ ഓഫ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഡാറ്റ ഫ്രെയിമിൽ ബോട്ടത്തിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇപ്പോൾ ടെയിൽ ഓഫ് നമ്മൾ വെറുതെ കൊടുക്കുകയാണെങ്കിൽ 5 റോസ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ടെയിൽ ഓഫ് 3 ആണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ, ബോട്ടത്തിൽ നിന്നും 3. ടെയിൽ ഓഫ് 1 ആണെങ്കിൽ ജൂൺ മാത്രം ഡിസ്പ്ലേ ചെയ്ത് വരും. അതാണ് ടെയിൽ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇതിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഡാഷ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ഡിസ്പ്ലേ ടോപ്പ് റോസ് ഇൻ ഫ്രം ഡാറ്റ ഫ്രെയിം. ഹെഡ് ഓഫ് ഫംഗ്ഷൻ. Dash function is used to display bottom rows from data frame. Tail of function. By default, you can display dash number of top or bottom rows. Head and tail function 5. അതായത് ഹെഡ് ഓഫ് ടെയിൽ ഓഫ്, അതായത് ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഇപ്പോൾ 4 3 അല്ലെങ്കിൽ n = 4 ഇതൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഡിഫോൾട്ട് കേസിൽ 5 റോസ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇനി choose the correct function, rename city columns to location, use rename of function. Rename function നമ്മൾ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. df.rename columns equal to കെലിബ്രേസിൽ സിറ്റി കോളൻ ലൊക്കേഷൻ. നമ്മൾ ഇതാണ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ, കാരണം ഇത് കോളനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ നമുക്ക് ഈക്വൽ ടു സിറ്റി ഈക്വൽ ടു ഇത് തെറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കെലിബ്രേസ് യൂസ് ചെയ്തിട്ടില്ല, കോളംസ് യൂസ് ചെയ്തിട്ടില്ല, അതും തെറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ df കോളംസിന്റെ ആവശ്യമില്ല. റീനെയിം ഓഫ് കോളംസ് ഈക്വൽ ടു കെലിബ്രേസിൽ വേണം സിറ്റി ലൊക്കേഷൻ കൊടുക്കാൻ. സിറ്റി കോളൻ ലൊക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഓപ്ഷനാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. To display two rows from the top in the data frame, which of the following statement is correct? df.head of = 2 നമ്മൾ യൂസ് ചെയ്യില്ല. df.head of n = 2 എന്ന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 2 എന്ന് യൂസ് ചെയ്താലും മതി. df.head of range of 2 അങ്ങനെ യൂസ് ചെയ്യാറില്ല. all of the above തെറ്റാണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Consider about data frame and rename columns, use rename function and df.columns property. നമ്മൾക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റീനെയിം ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യാനും ഒന്ന് കോളംസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനും. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾഡ് കോളം നെയിം തന്നിട്ടുണ്ട്, സിറ്റി, ഇമെയിൽ, ഫീസ്. ന്യൂ കോളം നെയിംസ് ആണ് ലൊക്കേഷൻ, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ചാർജസ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ df.rename ഓഫ് കോളംസ് ഈക്വൽ ടു സിറ്റി, അതായത് ഓൾഡ് നെയിം കോളൻ ന്യൂ നെയിം, അങ്ങനെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുക. പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് df.columns ഈക്വൽ ടു ലൊക്കേഷൻ, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ചാർജസ്. ഇനി considered about data frame and rename rows using rename function and df.index property. അപ്പം നമുക്ക് ന്യൂ ഇൻഡെക്സ് ആണ് 1, 2, 3, 4. ഓൾഡ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ, കാരണം ഇതിൽ ഇൻഡെക്സ് നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പോൾ ഡിഫോൾട്ട് കേസിൽ 0 1 2 3 ആയിരിക്കും നമ്മുടെ ഇൻഡെക്സ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ df.rename ഓഫ് ഇൻഡെക്സ് ഈക്വൽ ടു 0 ഓൾഡ് ന്യൂ, 1 2, 2 3, 3 4. ഇൻഡെക്സ് യൂസ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ചെയ്യുകയാണെങ്കിൽ df.index ഈക്വൽ ടു 1 2 3. റൈറ്റ് എ സ്റ്റേറ്റ്മെന്റ് ടു റീനെയിം റോസ് ആൻഡ് കോളംസ് ടുഗദർ ഫോർ ദ ഡാറ്റ ഫ്രെയിം. നമ്മൾ ഒരുമിച്ച് ഇൻഡെക്സും കോളംസും ഒരുമിച്ച് നമുക്ക് റീനെയിം ചെയ്യുവാണെങ്കിൽ df.rename ഓഫ് കോളംസ് നമ്മൾ സിറ്റി, കോളൻ, ലൊക്കേഷൻ ഇങ്ങനെ നമ്മൾ കൊടുക്കുക, എല്ലാം കൊടുക്കുക. കെലിബ്രേസ് ക്ലോസ് ചെയ്തിട്ട് കോമ കൊടുത്തതിന് ശേഷം ഇൻഡെക്സ് ഈക്വൽ ടു കെലിബ്രേസിന്റെ ഉള്ളിൽ നമ്മൾ ഇൻഡെക്സ് ഓൾഡും ന്യൂവും കൊടുക്കുക.
ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് സെപ്പറേറ്റ് ലൈനിൽ ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാം. ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, കോളംസ് കൊടുത്തു കഴിഞ്ഞാൽ കേളി ബ്രേസ് കൊടുത്ത് കോമ കൊടുത്തതിന് ശേഷം വേണം ഇൻഡെക്സ്. നെക്സ്റ്റ്, റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ടു ഡിസ്പ്ലേ ടോപ്പ് ആൻഡ് ബോട്ടം 3 rows ഫ്രം ഡാറ്റ ഫ്രെയിം. ടോപ്പിൽ നിന്നും 3 റോസും ബോട്ടത്തിൽ നിന്നും 3 റോസും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രിന്റ് df ഓഫ് ഹെഡ് ഓഫ് 3 എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ് ഓഫ് n ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അതുപോലെ പ്രിന്റ് df ഡോട്ട് ടെയിൽ ഓഫ് 3 എന്ന് യൂസ് ചെയ്യാം, df ഡോട്ട് ടെയിൽ ഓഫ് n ഈക്വൽ ടു 3 എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഹെഡും ടെയിലും ഫംഗ്ഷൻ നമുക്ക്, അതുപോലെ റീനെയിം ഫംഗ്ഷൻ, ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ഫംഗ്ഷൻ, ഇതൊക്കെ നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ക്ലാസ് മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.